മെറ്റീരിയൽസൊക്കെ വാങ്ങി വന്നതായിരുന്നു കേട്ടോ തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഞാൻ ആദ്യം വീടിൻ്റെ ഡോർ തുറന്നത് കേട്ടോ. എന്നിട്ടാണ് പിന്നെ കണ്ണൻകുട്ടീനെ എടുക്കാനായിട്ട് കാറിൻ്റെ ഡോർ തുറക്കുക. അപ്പോൾ ഫ്രണ്ടിലത്തെ ഡോർ തുറന്ന വശം നമ്മുടെ മയിൽപ്പീലിയാണ് കേട്ടോ താഴെ വീണത്. നമ്മളുടെ ആലവട്ടങ്ങളിലും നെറ്റിപ്പട്ടങ്ങളിലും ഒക്കെ വെക്കാനായിട്ട് ഞാൻ മയിൽപ്പീലി കൂടുതലായിട്ട് 100 150 200 ഒക്കെ ആയിട്ട് ഞാൻ ചിലപ്പോൾ മേടിക്കട്ടെ. അപ്പോൾ മയിൽപ്പീലിയുടെ വില കൂടി. അത് കാരണം ഇനി മയിൽപ്പീലി വെച്ച് ചെയ്യുമ്പോഴൊക്കെ അതിനൊക്കെ റേറ്റൊക്കെ കൂടുതലായിരിക്കും കേട്ടോ. കാരണം എനിക്ക് 10 രൂപയ്ക്ക് കിട്ടിയിരുന്നതാണ്, ഇപ്പോൾ അത് 15 രൂപയാക്കിയിട്ട്. അപ്പോൾ ഒരുപാട് ഡിഫറൻസ് വന്നു റേറ്റിൽ. അപ്പോൾ വന്നോണം വന്ന് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. കാരണം അത്രയധികം പൈസ കൊടുത്തിട്ടാണ് ഞാൻ ഈ മെറ്റീരിയൽസ് എടുത്തിട്ടുള്ളത്. ഒരു 3 ചാക്ക് സാധനങ്ങളുണ്ട് കേട്ടോ. ചിലതിനൊന്നും വെയിറ്റ് ഇല്ല, ത്രെഡും അതുപോലെ ക്ലോത്തുകളും അങ്ങനെയൊക്കെ ആകുമ്പം അതിൻ്റെ ബോൾസിന് നല്ല വെയിറ്റാണ് കേട്ടോ. അങ്ങനെ ഒക്കെ എടുത്ത് ഇങ്ങനെ വെക്കി. ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കും ഭഗവാനെ എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാനിങ്ങനെ കാറിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മുകളിൽ ഈ സ്റ്റെയറിൻ്റെ ആ ഭാഗത്താണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ അടക്കി വെച്ചിട്ടുള്ളത്. ഒക്കെ ചാക്ക് കെട്ടുകളും അങ്ങനെ കവറുകളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വെക്കണം. ഇപ്പോൾ തൽക്കാലം വന്ന വശം ഞാൻ എന്തായാലും മുകളിലേക്ക് ജസ്റ്റ് കയറ്റി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ അതിൽ 1 2 കവറിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിയത് കാരണം നല്ല വിലയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വന്ന വശം ഈ പണിക്ക് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ഇതൊക്കെ എടുത്ത് മുകളിലൊക്കെ കയറ്റിയൊക്കെ വെച്ചു. കണ്ണൻകുട്ടീനെ ഇത്തിരി ഇരുട്ടൊക്കെ ആയിട്ടുണ്ടായി വന്നപ്പോൾ 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻകുട്ടി ഞാൻ തുടച്ചേ ഉള്ളൂ കേട്ടോ. കല്യാണം ഞാനും വേഗം പോയി മേലൊക്കെ കഴുകി. പിന്നെ മയിൽപ്പീലി വാങ്ങാനായിട്ട് ഇരിഞ്ഞാലക്കൂടെ ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്ന് കണ്ണന് പഴവും തക്കാളിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഉള്ളത് കാരണം പിന്നെ പഴമൊക്കെ ഉള്ളത് കാരണം വേഗം അതെടുത്തിട്ട് അതിൻ്റേതായ സ്ഥാനത്തൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇതൊക്കെ കവറിലിരുന്ന് കഴിഞ്ഞാൽ നാശമായി പോവില്ലേ. അങ്ങനെ വേഗം അതൊക്കെ എടുത്ത് അങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ കണ്ണൻകുട്ടിക്കും കല്യാണിക്കുട്ടിക്കും ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് വേറൊരു പണിയും കൂടി ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം കല്യാണിക്കുട്ടിക്ക് സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റൊക്കെ കൊടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ തൃശ്ശൂർ പോയപ്പോൾ ഒരു കുഞ്ഞ് ഗിഫ്റ്റ്, ഒരു 50 രൂപയിലുള്ള ഗിഫ്റ്റ്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അതിലും കൂടുതൽ പൈസ ആയിട്ടോ. ഞാൻ കറക്റ്റ് ആ പൈസക്കുള്ളത് വാങ്ങിയാൽ മതി കല്ലു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചില്ല. അങ്ങനെ അവളുടെ ഇഷ്ടത്തിനുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങി പൊതിയാനൊക്കെ ആയിട്ടിരിക്കാണ്ടോ. ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിയൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു നമ്മളുടെ സമയത്തൊക്കെ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് വാങ്ങിയൊക്കെ തരും. പക്ഷേ നല്ല ഭംഗിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകാനായിട്ടേ ഒരു ബോക്സ് കിട്ടാനായിട്ടുള്ള ഒരു വഴി ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ വല്ല അടുത്തുള്ള കടകളിലൊക്കെ പോയി വെച്ചിട്ട് മഞ്ചിൻ്റെയൊക്കെ ചെറിയ ബോക്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതും നമുക്ക് ആരും പോയി മേടിച്ച്, എൻ്റെ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ ചേട്ടനാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ബോക്സ് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് നടന്നുകൊണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ എന്തോരം ബോക്സുകളാണല്ലേ നമ്മുടെ വീടുകളിലൊക്കെ. പണ്ടൊക്കെ എനിക്കിങ്ങനെ ഒരു പൊതിഞ്ഞു കൊണ്ടുപോകാനായിട്ട് കുഞ്ഞി പെട്ടി, നമുക്ക് കുഞ്ഞിത് വേണമല്ലോ, ചെറുത് പറ്റില്ലല്ലോ. ചെറിയ എമൗണ്ടിൻ്റെയൊക്കെ ആയിരിക്കില്ലേ നമ്മളിങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ കൂടുക. അപ്പോൾ ഒരു കുഞ്ഞി പെട്ടി കിട്ടാൻ വേണ്ടിയിട്ട് എന്തോരം അവിടെയൊക്കെ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി ചോദിക്കും കേട്ടോ. കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പിന്നെ എങ്ങനെയെങ്കിലൊക്കെയാണ് കേട്ടോ അത് കിട്ടുക. അപ്പോൾ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞപ്പോഴേ കണ്ണൻ ചേട്ടൻ്റെ കയ്യിൽ വീണെടുത്തപ്പോൾ കണ്ണൻ ചേട്ടൻ ഉറക്കം വന്നു തുടങ്ങിയിട്ടായിരുന്നു. ഉറങ്ങുകയാണ് കണ്ണൻ ചേട്ടൻ.